ഗോപാൽ ശിലാസനൽ കൂടി ചേരുന്നുണ്ട്. ഗോപാൽ, ആശുപത്രിയിൽ ഈ റഹീം എത്തിയിരുന്നു. നമ്മൾ മാധ്യമങ്ങൾ എല്ലാവരും അവിടെ പോയിരുന്നു. പക്ഷേ പ്രതികരണമൊന്നും തേടാനുള്ള ഒരു സാഹചര്യത്തിലോ ഇല്ലെങ്കിൽ അത്തരത്തിലൊരു മാനസികാവസ്ഥയിലോ നമ്മളുമല്ല. അദ്ദേഹം സംസാരിക്കാനും തയ്യാറായിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അവിടെ എത്തി എത്ര നേരം അവിടെ ചെലവഴിച്ചു? പോലീസ് സംസാരിച്ചിട്ടുണ്ടോ റഹീമുമായിട്ട്? എപ്പോഴായിരിക്കും റഹീമിന്റെ അടുത്ത് നിന്ന് ഈ കടബാധ്യതയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മൊഴികൾ എടുക്കുക? അതിന്റെ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരമൊരു പ്രതികരണം വേണ്ടതില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ പ്രതികരണം നമ്മൾ തേടാതിരുന്നത്. കൂടാതെ തന്നെ അദ്ദേഹം രാവിലെ എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം ബന്ധുവീട്ടിൽ പോയി വസ്ത്രം മാറി ഫ്രഷ് ആയതിനു ശേഷമാണ് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് തന്റെ ഭാര്യ ഷെമിയെ കാണാൻ വേണ്ടി എത്തുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്നായിരുന്നു, 2 വാഹനങ്ങളിലായി എത്തിയവർ ചേർന്നായിരുന്നു ഇത്തരത്തിൽ ഷെമിയുടെ ICUവിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റേതായ പ്രതികരണം വന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സുഹൃത്ത് അബൂബക്കർ നമ്മോട് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. ആ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പ്രകാരം പറഞ്ഞത് ഇത്തരത്തിൽ ഷെമി ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഷെമി അബൂബക്കറിനെ തിരിച്ചറിഞ്ഞു, സംസാരിച്ചു. ഷെമിഖാൻ അബ്ദുറഹീമിനെ തിരിച്ചറിഞ്ഞു, സംസാരിച്ചു, കയ്യിൽ പിടിച്ചു, സംസാരിക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും പല കാര്യങ്ങളും ഷെമിയോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ആ തരത്തിൽ ഇളയ മകൻ അവസാനെയാണ് ആദ്യം ഷെമി തേടിയത്. പലതവണ അവസാനം എവിടെയാണ് കുട്ടി എന്ന തരത്തിലേക്ക് ചോദിച്ചപ്പോൾ ഇവിടെ ICUവിലായതിനാൽ ഇവിടേക്ക് പ്രവേശനമില്ല എന്നും അതിനാൽ തന്നെ ബന്ധുവീട്ടിലാക്കിയിരിക്കുകയാണ് എന്ന മറുപടിയാണ് കുടുംബം ഈ അബ്ദു റഹീമിനൊപ്പം ചേർത്ത് എത്തിയ ബന്ധുക്കളും അതിനൊപ്പം തന്നെ കുടുംബവും ഷെമിയോട് പറഞ്ഞത്. കൂടാതെ തന്നെ ഇപ്പോഴും കട്ടിലിൽ തലയടിച്ച് നിലത്ത് വീണു എന്ന മൊഴിയിൽ തന്നെയാണ് ഷെമി ഉറച്ചു നിൽക്കുന്നത്. കാരണം മറ്റ് മരണങ്ങൾ സംഭവിച്ചതായിട്ടുള്ള കാര്യം ഷെമിക്കറിയില്ല. ഈ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി, ഈ അക്രമത്തിന്റെ വ്യാപ്തി ഇത്ര വലുതാണ് എന്ന കാര്യം ഷെമിക്കറിയില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് റഹീം എത്തുന്നതേ ഉണ്ടാവൂ.